തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഇവിടുത്തെ ഒക്കെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഇതിനിടയിൽ അതെ വിജയ് മാജിക് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അനുഭവപ്പെടാൻ പോകുന്നത് രാവിലെ തൃശ അവിടെ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തിയിട്ടുണ്ട്. അന്ന് തൃശയുടെ തിരുപ്പതി പോയിട്ടുണ്ടെങ്കിൽ എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് വരെ വാർത്തയായിരിക്കും. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത് തൃശയുടെ ബർത്ത്ഡേ ആയിരുന്നു, രാവിലെ ദർശനത്തിന് പോയതാണ്. ഇന്ന് നല്ല രീതിയിൽ ചിന്തിച്ചൂടെ? തൃശ വോട്ട് ചെയ്യാൻ പോയപ്പോഴുണ്ടായ ചർച്ചകൾ അതാണല്ലോ. തൃശ ആർക്ക് വോട്ട് ചെയ്തു, എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. അതുപോലെ തൃശ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായും ചർച്ചയാകും. എന്തായാലും തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, അസമിൽ എന്ത് സംഭവിക്കുന്നു, എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെയാണോ, ബംഗാളിൽ അവിടെ BJP പിടിക്കുമോ, വലിയ ആകാംക്ഷയുള്ളതാണ്. പക്ഷേ രാജ്യം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ബംഗാളിലേക്കായിരിക്കും. അവിടെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഇതാണ് തൃശ രാവിലെ തിരുപ്പതിയിൽ എത്തിയതാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കണ്ട് ചിരിച്ച് എന്താണ് തൃശയുടെ മനസ്സിൽ എന്നുള്ളത് എന്താ പറയുക, ജനമനസ്സ് അറിയാൻ കഴിയാത്തതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. തൃശയ്ക്കും ദൈവത്തിന് മാത്രം അറിയാം എന്താണ് നടന്നിട്ടുള്ളത് എന്ന്. എന്തായാലും ക്ഷേത്ര ദർശനത്തിന് ഇന്നത്തെ ദിവസം തന്നെ തൃശ തെരഞ്ഞെടുത്തിരിക്കുന്നു. തിരുപ്പതിയിലെത്തി ദർശനം നടത്തി. ഞാൻ മനസ്സിലാക്കി തൃശയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന്റെ വേറൊരു കാര്യമില്ല. തൃശയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോയതാണ്. എന്താണെങ്കിലും തൃശ സ്വന്തം കാര്യം പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു പറയുന്നു. തൃശ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. തിരുപ്പതിയിൽ ദർശനം നടത്തി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്ന് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച്, പുതുച്ചേരിയെ സംബന്ധിച്ച്, അസമിനെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ചും നിർണായകമായ, കേരളത്തിനെ പോലെ തന്നെ നിർണായകമായ ദിവസമാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. നമ്മുടെ ഒരു പ്രത്യേകത മാജിക് വാൾ എന്നുള്ളത് കൂടിയാണ്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ മാജിക് വാളിലൂടെ നമുക്ക് നൽകാൻ കഴിയും. അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലേ, അതിന്റെ വിവരങ്ങൾ രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് രഞ്ജിത്തിന്റെ ഒരു ബെറ്റ് കിടക്കുന്നു, അതോടെ നിൽക്കട്ടെ, എന്താണ് നമുക്ക് മാജിക് വാളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് രേണുക. ഏതായാലും വളരെ സമഗ്രമായി കഴിഞ്ഞ ഒരു 4 തെരഞ്ഞെടുപ്പുകളായെങ്കിലും നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് വിവരം എത്തിക്കുന്നത് നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ഈ മാജിക് ബോളിലൂടെയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഒരു ചാനലും ഇല്ലാത്ത ഒരു സംവിധാനം തന്നെയാണിത്. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ വളരെ കൃത്യമായ വിശകലനം ഈ മാജിക് ബോളിലൂടെ പ്രേക്ഷകർക്ക് ലഭ്യമാകും. ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് വൈസാണ്. കേരളം ഉണ്ട്, നേരത്തെ പറഞ്ഞ അസം ഉണ്ട്, തമിഴ്നാടുണ്ട്, ഒപ്പം വെസ്റ്റ് ബംഗാൾ, അങ്ങനെ 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതിന്റെ റിസൾട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. ഇതിൽ നമുക്ക് ഓരോ വർഷത്തെയും ഡീറ്റെയിൽസ് കൃത്യമായി തന്നെ ആദ്യം മുതൽ തന്നെ ലഭ്യമാണ്. ഇപ്പോൾ കേരളത്തിന്റെ റിസൾട്ടിലേക്ക് വന്നാൽ നമുക്ക് ഈ പ്രേക്ഷകർക്ക് കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് അടക്കം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. LDF-ൽ 99, UDF-ൽ 41, അതായത് 43.37%, 38.42%, അങ്ങനെ വളരെ കൃത്യമായി 2021 ഓരോ സ്റ്റേറ്റുകളുടെയും റിസൾട്ട് നമ്മൾ ഫലപ്രദമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നതാണ്. അതിൽ വിശകലനവുമുണ്ട്. ഓരോ ഫിൽറ്റേഴ്സ് എന്ന സംവിധാനത്തിലൂടെ SC റിസർവ്ഡ് സീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റിസർവ്ഡ് സീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെയുണ്ട്. ഇത്തരത്തിൽ ഈ മാജിക് ബോൾ സംവിധാനം തന്നെയാണ് ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും നമ്മുടെ പ്രധാനപ്പെട്ട മറ്റ് സ്റ്റേറ്റുകൾ, അതാണല്ലോ നിർണായകം. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ തൃശയുടെയൊക്കെ ദൃശ്യങ്ങൾ കാണിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൽ ആകാംക്ഷയോടെ 234 സീറ്റുകളിൽ ഏതൊക്കെ മേഖലകളിൽ DMK-യും AIDMK-യും ഒപ്പം TVK-യും ഒക്കെ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളത് വരുന്ന 8 മണി മുതൽ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് വളരെ കൃത്യമായി ഈ മാജിക് ബോളിന്റെ സഹായത്തോടു കൂടി നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിലെ ഫിൽറ്റേഴ്സിൽ പോയാൽ റൂറൽ സ്റ്റേറ്റ്സ്, സെമി അർബൻ സ്റ്റേറ്റ്സ്, അങ്ങനെ എന്താണ് AIDMK-യുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായി തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ കാണാം. ഇത്തരത്തിൽ എത്ര സീറ്റ്സ് എന്നുള്ളത് ഈ 8 മണി മുതൽ ഈ മാജിക് ബോളിൽ വളരെ കൃത്യമായി തന്നെ വരികയും മറ്റും ചെയ്യും. 234-ൽ AIDMK-യുടെ സ്ട്രോങ് ഏതൊക്കെ മേഖലകളിലായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലെയും ആക്യുറസി ഉണ്ടാകും വളരെ കൃത്യമായി തന്നെ. ഒപ്പം കേരളത്തിലെ സമഗ്രമായ ചിത്രം നമ്മുടെ മാജിക് ബോളിലൂടെ ഓരോ മേഖല തിരിച്ചും മുസ്ലിം ലീഗിന് ഏതൊക്കെ മേഖലകളിൽ അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. ഒപ്പം BJP എത്രത്തോളം സീറ്റുകൾ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു വിശകലനം അത് ഉണ്ടാകും. ഈ IUML സ്ട്രോങ് എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ IUML, BJP തുടങ്ങിയ പാർട്ടികളുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് അടക്കം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അങ്ങനെ ഒരുപക്ഷെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
മറ്റൊരു ചാനലുകൾക്കും ഇല്ലാത്ത വിധം ആക്യുറേറ്റ് ആയ സമഗ്രമായ വിശകലനത്തിന് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം ഇത് രാജ്യത്തെമ്പാടും ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ് സംവിധാനമാണ്. അതുകൊണ്ട് ഇതിന്റെ ഫലങ്ങൾ വരുന്നതും ഇതിന്റെ വിശകലനങ്ങൾ വരുന്നതും വളരെ കൃത്യമായിരിക്കും. ഒരു മാറ്റവും ഉണ്ടാകില്ല. കൂട്ടിച്ചേർക്കലുകളോ നമ്മൾ ഈ പൊക്കിപ്പറയലുകളോ ഒന്നുമില്ലാതെ കൃത്യമായി തന്നെ ഫലം അവിടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം തന്നെയാണിത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് 8 മണി മുതൽ തന്നെ വളരെ കൃത്യമായി ഈ പ്രത്യേകതകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെ ഫലം 2021 മുതൽ 2024 ആ സമയത്തൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലത്തിലൊക്കെ ഏറെ നിർണായകമായ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രേക്ഷകരിലേക്ക് സമഗ്രമായി തന്നെ ഇക്കാര്യങ്ങൾ എത്തിക്കാനും വളരെ കൃത്യമായ വിശകലനത്തിനും റീജിയണൽ വൈസും അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടർ നില അനുസരിച്ചും ഓരോ സീറ്റുകൾ അനുസരിച്ചും വളരെ സമഗ്രമായ ഒരു വിശകലനത്തിന് മാജിക് വാളിലൂടെ ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള ഡാറ്റാ സെന്റർ ആണ് നമ്മളെ സംബന്ധിച്ച് ആ മാജിക് വാൾ എന്ന് തന്നെ പറയാം. നാഷണൽ നെറ്റ്വർക്ക് എന്ന് അവകാശപ്പെടുമ്പോൾ അത്രയും ആധികാരികമായി ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള ഡാറ്റ നമ്മളുടെ മാജിക് വാളിൽ സുരക്ഷിതമായുണ്ട്. ഓരോ ഘട്ടത്തിൽ നമുക്ക് സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇനി ചാണ്ടി വനിത ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കുന്നു. വലിയ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഇത്തവണ പുതുപ്പള്ളിയിലെ, അതല്ലേ? അപ്പൊ എന്താണ് ചാണ്ടി ഉമ്മൻ ഒരു തരത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവുകയാണ് പലയിടങ്ങളിലും. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ തുറന്നിട്ടില്ല, പൂട്ടി തന്നെ കിടക്കുന്നു. അല്പസമയത്തിനകം തുടങ്ങും. ഇത് എറണാകുളത്തുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം എറണാകുളത്തെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലെ സ്ട്രോങ് റൂം തുറക്കും. എന്താണെങ്കിലും പലയിടങ്ങളിൽ അതിന്റെ പ്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. ഉടനകം തന്നെ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ദൃശ്യങ്ങൾ എവിടെയൊക്കെയാണ് സ്ട്രോങ് റൂമുകൾ തുറന്നത് എന്നുള്ളത്. എന്താണ് നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. 2021 LDF വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ 3 ജില്ലയാണ്. 4 ആദ്യം, പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ. അതല്ല ഞാൻ പറഞ്ഞു, 3 ജില്ലയാണ്. പിന്നെ UDF അതിലൊന്നായിരുന്നു ഏത്? മലപ്പുറം കോട്ട, UDFന്റെ അല്ലെ? പൊന്നാപുരം കോട്ട. അതെ, പൊന്നാപുരം കോട്ടയായ മലപ്പുറം. മലപ്പുറത്തെ പൊന്നാപുരം കോട്ടയിൽ UDFന്റെ പൊന്നാപുരം കോട്ടയുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തിന്റെ ഒരു കാര്യം അതൊരു എപ്പോഴും വേറിട്ട് നിൽക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അപ്പുറത്തേക്ക് എപ്പോഴും ഒരു സ്ട്രോങ് ഹോൾഡാണ്. അതിൽ മാറ്റമില്ല. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ പോകട്ടെ, നമുക്ക് മാറ്റി നിർത്താം. അതല്ല സാഹചര്യം. മലപ്പുറത്തെ പല മണ്ഡലങ്ങളും സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് മത്സരങ്ങൾ മാറുന്നു. താനൂരും തവനൂരും ഒക്കെ എന്ത് സംഭവിക്കുന്നു, മങ്കടയിൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ വലിയ ആകാംക്ഷ നിറഞ്ഞ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ലീഗ് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ മലപ്പുറത്തെ ഫലം. എന്താണ് അവിടുത്തെ സാഹചര്യം അനുമോദ്? സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള ഉദ്യോഗസ്ഥരെത്തിയോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? എന്തോ രേണുക, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മലപ്പുറത്ത് വലിയ ആകാംക്ഷകളൊന്നും തന്നെ ആർക്കും തന്നെ ഉണ്ടാകില്ല. കാരണം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.